ഇഷ്കിന്റെയും മഹബത്തിന്റെയും ആകത്തുകയാണ് ഇബാദത്ത് പറഞ്ഞത്. ഇഷ്കും മഹബത്തുമുള്ളവന് ഈമാൻ ഭാരമായിരിക്കുകയില്ല എന്നാണ്. ഇഷ്കും മഹബത്തുമുള്ളവന് ഇബാദത്ത് ഭാരമായിരിക്കുകയില്ല എന്നുമാണ്. ഈ ഇബാദത്തുകൾ, ഈ കർമ്മങ്ങൾ ഭാരമാകുന്നത് ഇഷ്ടം കുറയുമ്പോഴാണ്. ഞാനിങ്ങനെ ഈ കോട്ടക്കലിന്റെ അടുത്ത് ചാപ്പനങ്ങാടി നിന്ന് ഉള്ളോട്ട് പോയിട്ട് ഒരു സ്ഥലത്ത് ദർസിലോതി പഠിക്കണ കാലത്ത് വളപുരം, ഞങ്ങളുടെ നാടിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. വളപുരത്തുകാരനായ ഒരാൾ മദ്രസയിൽ ജോലി ചെയ്തിരുന്നു. അപ്പൊ ഈ വ്യാഴാഴ്ച മദ്രസ വിട്ടിട്ട് നാട്ടിക്ക് പോകും, പിന്നെ വെള്ളിയാഴ്ച രാത്രി മദ്രസ ഉണ്ട്, അതിന് വരിക ചെയ്യാം. ഒരു വ്യാഴാഴ്ച അവിടുത്തെ ഒരു മോലിയര് മദ്രസയെ പഠിപ്പിക്കുന്ന ഒരാള് കല്യാണം കഴിഞ്ഞതിന്റെ 3-ാമത്തെ ആഴ്ച വ്യാഴാഴ്ച പെട്ടെന്നൊരു ഹർത്താൽ ഉണ്ടായി. അപ്പൊ പോകാൻ കഴിയണില്ല. അപ്പൊ മദ്രസ ഇട്ട് വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് മുമ്പ് പറഞ്ഞു ഏതായാലും ഒന്നും പോണില്ല, ഹർത്താലല്ലേ അറിഞ്ഞു. ലോറക്ക് ചോറ് കഴിച്ചു വന്നു, ഏതായാലും ഒന്നും പോണില്ല, ഹർത്താലല്ലേ അറിഞ്ഞു. അസർക്കാരൻ കഴിഞ്ഞിട്ട് ചായയും കുടിച്ചു വന്നിട്ട് പറഞ്ഞു ഇന്ന് ഹർത്താലല്ലേ, പോണില്ല അറിഞ്ഞു. മകരിബിങ്ങടായപ്പോ അതിന് പോകാതിരിക്കാൻ ഒരു നിർവാഹമില്ല. അതില് പറഞ്ഞു ഞാൻ പോകുകയാണ് പറഞ്ഞു. അങ്ങനെ പാങ്ങക്കൂടെ നടന്നു. ചാപ്പനങ്ങാടിയിൽ നിന്ന് ഇങ്ങനെ ഉള്ളിൽ കൂടെ പാങ്ങക്കൂടെ നടന്നിട്ട് പുഴയൊക്കെ കടന്നിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. അങ്ങനെ പുഴയൊക്കെ കടന്ന് എന്തായാലും രാത്രി ഒരു 12:30-1 മണിയായപ്പോ വ്യാഴാഴ്ച രാത്രി വീട്ടിലെത്തി. വെള്ളിയാഴ്ച ജുമേരിഞ്ഞങ്ങാണ്ട് ഇങ്ങോട്ടും പോന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പറഞ്ഞു നല്ല റാഹത്തായി എന്ന് പറഞ്ഞു. ഇഷ്കുള്ളവന് ഈ ഭാഗത്ത് പ്രയാസം ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും എന്ന് പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇബാദത്ത് ഭാരമല്ലാതിരിക്കുന്നത്. അല്ലാത്ത എല്ലാവർക്കും ഇബാദത്ത് ഭാരവും. ഇബാദത്ത് ഭാരമാവാതിരിക്കണമെങ്കിൽ അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള താല്പര്യം എന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇത് നമ്മളെ മുൻഗാമികളായ ആളുകൾ കാണിച്ചു തന്ന, മറ്റുള്ളവരും നമ്മളും വേർതിരിയുന്ന ധാരാളം വിഷയങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അടങ്ങാത്ത താല്പര്യം. അത് നബി തങ്ങളെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. എനിക്ക് എൻ്റെ കണ്ണിനേക്കാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിനോട് താല്പര്യമുണ്ടെന്നതിന്റെ തെളിവ് എൻ്റെ കണ്ണിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ നബി തങ്ങളുടെ കണ്ണിനെ കുറിച്ച് പറയാൻ കഴിയലാണ്. ഞാൻ വിശദീകരിച്ചു തരാം. ഇഷ്ടമുള്ളതിനെ കുറിച്ച് പറയാൻ കഴിയും, അതാണ് തിയറി. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയാം, ചില ആൾക്കാര് അസർ നിസ്കാരം കഴിഞ്ഞിട്ട് പീടിക്ക് ചായ കുടിക്കാൻ വന്നാല് വിഷയം തുടങ്ങനെ ഇന്റെ പേരക്കുട്ടി ഒന്ന് സ്കൂളിട്ടന്നപ്പോ ഇംഗ്ലീഷാണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞങ്ങാണ്ടാണ് തുടങ്ങുക. അതിന്റെ അർത്ഥം എന്താ? പേരക്കുട്ടിനോട് പെരുത്ത് ഇഷ്ടാണ് എന്നാണ്. ഇഷ്ടമുള്ളതിനെ കുറിച്ച് പറയാൻ കഴിയും. ഇതാണ് ഇഷ്ടമുള്ളത്. എനിക്ക് എൻ്റെ കയ്യിനോടുള്ള ഇഷ്ടത്തെക്കാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിനോട് ഇഷ്ടമാണെങ്കിൽ എൻ്റെ കയ്യിനെ കുറിച്ച് പറയാൻ കഴിയുന്നതിനേക്കാൾ മുത്തുനബിയുടെ കയ്യിനെ കുറിച്ച് പറയാൻ കഴിയണം. എന്നാണോ കഴിയുക അന്ന് പരിപൂർണമായ മുഅ്മിനായിരിക്കും എന്നല്ലേ നിങ്ങൾക്ക് സർവസ്വത്തെക്കാളും ഞാൻ ഇഷ്ടപ്പെട്ടതാവണം എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. അതാണല്ലോ. നമ്മൾ നല്ലൊരു വീടുണ്ടാക്കിയെന്ന് വിചാരിക്കുക. നല്ലൊരു വീടുണ്ടാക്കി അതിന്റെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് ടൈൽസ് ഒക്കെ ഇട്ട് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് ഫാനൊക്കെ വെച്ച് AC ഒക്കെ വെച്ച് നാളെ രാവിലെ സുബഹിക്ക് ഹൗസ് വാമിംഗ് ആണ്. പ്രധാനപ്പെട്ട ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, തങ്ങന്മാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദന്മാരോട് പള്ളിക്കത്തെ മൗലവിയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. സുബഹിക്ക് എല്ലാവരും വരും. രാത്രി തന്നെ ബിരിയാണി വെക്കാനുള്ള ആള് വന്ന് കോയിനൊക്കെ കട്ട് ചെയ്ത് ഉള്ളിയൊക്കെ നുറുക്കി എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. രാത്രി ഇങ്ങനെ കഴിഞ്ഞ് പ്രധാനപ്പെട്ട ആളുകളൊക്കെ സുഹൃത്തുക്കളൊക്കെ വന്ന് കത്താത്ത ലൈറ്റ് ഏതെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കി ഇല്ല എന്ന് ഉറപ്പുവരുത്തി ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആക്കി ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോ സങ്കല്പിക്കുക മുത്തുനബി വന്നു എന്ന് വിചാരിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ രാവിലെ ഹൗസ് വാമിംഗ് ആണ്. 1 മണിക്ക് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറഞ്ഞു, സാലിമേ ആ ചാവി ഇങ്ങോട്ട് കാട്ടിക്ക, എനിക്കൊരാവശ്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉടൻ എടുത്തു കൊടുക്കുമോ? കൊടുക്കുമല്ലോ. നമ്മള് കൊടുക്കുന്ന് പറയണം, കൊടുക്കുമല്ലോ. കാരണം നമ്മളെ വീടിനേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മള് കൊടുക്കുന്ന് പറയണം. എന്നാൽ ഞാൻ ചോദിക്കുന്നത് അതിന്റെ അപ്പുറത്താണ്. അന്റെ അമ്മാനെ എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ കൊണ്ടൈക്കോളി നബിയെന്ന് എന്ന് പറയാൻ തയ്യാറുണ്ടോ? അന്ന് പരിപൂർണമായ മുഅ്മിനാണ്. നിനക്ക് നിന്റെ ഉമ്മയേക്കാൾ ഞാൻ ഇഷ്ടപ്പെട്ടതായിരിക്കണം, നിനക്ക് നിന്റെ ഉപ്പയേക്കാൾ ഞാൻ ഇഷ്ടപ്പെട്ടതായിരിക്കണം. അല്ലെങ്കിലും ഉമ്മാക്ക് ഉമ്മയാവാൻ മാത്രമേ കഴിയുള്ളൂ.
വാപ്പാക്ക് വാപ്പയാവാനും മാത്രമേ കഴിയുള്ളൂ. ഏതെങ്കിലും ഒരു മനുഷ്യന് ഉമ്മയും വാപ്പയും ഒരേ സമയത്താകാൻ കഴിയുമെങ്കിൽ അത് മുത്തുനബിക്ക് മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഫാത്തിമ ബിവി വാപ്പാനെ വാപ്പാന്നല്ല വിളിച്ചത്, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ മക്കളെ അന്വേഷിക്കുക പാലം കടന്നിട്ടാണ്, സിറാത്ത് പാലം. മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിന്റെ ശേഷമാണ്. പാലം കിടക്കുന്നതിന്റെ മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യനാണുള്ളത്, അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു. ഒരു സഹാബി മുസ്തഫ നബിനോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, പൊന്നാർ നബിയെ, എനിക്ക് മഹ്ശറയിൽ വെച്ച് നിങ്ങളൊന്ന് കാണണം തോന്നിയാൽ ഞാൻ എവിടുക്കാ വരേണ്ടതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നന്മ തിന്മകൾ എഴുതി ഏട് വിതരണം ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ട് കാണാം. ആ സഹാബി വര്യൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് തിരയേണ്ടത്? അപ്പൊ പറഞ്ഞു, അത് തൂക്കണ മീസാൻ എന്ന തുലാസിന്റെ അടുത്തുണ്ടാവും എന്ന് പറഞ്ഞു. ആ സഹാബി ചോദിച്ചു, അവിടെ കണ്ടില്ലെങ്കിൽ എവിടെ നോക്കുക? അതിൽ പറഞ്ഞു, ദാഹജലം മുക്കിക്കൊടുക്കുന്ന ഹൗദുൽ കൗസറിന്റെ സമീപത്ത് വെച്ച് എനിക്ക് നിങ്ങൾക്ക് എന്നെ കാണാം സ്വഹാബ. അള്ളാഹുവിന്റെ റസൂലേ, ഹൗദുൽ കൗസറിന്റെ അടുക്കൽ വെച്ച് നിങ്ങളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? എനിക്ക് മഹ്ശറയിൽ വെച്ചുകൊണ്ട് നിങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല നബിയേ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, സ്വഹാബ, സിറാത്ത് പാലം കിടക്കുമ്പോ നിങ്ങൾ എന്നെ കാണാതാണ് പോകില്ലാറ്. സിറാത്ത് പാലം എന്ന് പറഞ്ഞത് എല്ലാ അഭിപ്രായ വ്യത്യാസം പരിഗണിച്ച് ചുരുക്കി കൂട്ടിയാൽ 50,000 കൊല്ലാണ്. സിറാത്തിന്റെ കാര്യത്തിലുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസം പരിഗണിച്ച് ഏറ്റവും ചുരുക്കി കൂട്ടിയാൽ 50,000 വർഷമാണ്. അരമണിക്കൂർ ഒരു മനുഷ്യനെ കാത്തു നിൽക്കാൻ കഴിയാത്ത ഞമ്മളെ കാത്ത് മുത്തുനബി 50,000 കൊല്ലം നിൽക്കുന്ന സ്ഥലമാണ് സിറാത്ത് പാലം എന്ന് പറഞ്ഞത്. ഓരോ മനുഷ്യനും കടന്നു പോകുമ്പോ അല്ലാഹുമ്മ സല്ലിം സല്ലിം, പടച്ചോനെ ഓനട് കഴിച്ചിലായിക്കളാ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തു നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യൻ, അതാണ് അന്ത ഉമ്മുൻ അം അബുൻ മാറൈനാ ഫീമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഇത് മനസ്സിലാക്കാൻ കഴിയുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടല്ല നബിയെ എന്നാണ് ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക ഹഷ്കൂ ഫിയാ സയ്യിദി ഖൈറൻ നബി. അതുകൊണ്ട് ഈമാന്റെ അസ്ലി മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജാഹിലിന് എന്തായിരുന്നു പ്രശ്നം എന്നാണ് ഇപ്പൊ അതിന്റെ ഇടയിൽ ഉണ്ടായത്. അബൂജാഹിൽ എന്ന് പറഞ്ഞ ആള്, ഈ അബൂജാഹിൽ വിവരമില്ലാത്ത ആളല്ല കേട്ടോ. പേര് കേട്ടാൽ നമുക്ക് വിവരമില്ലാത്ത ആളെന്ന് തോന്നും. അബൂജാഹിലിന്റെ ഒറിജിനൽ പേര് അതല്ലല്ലോ, അബുൽ ഹക്കം എന്നല്ലേ. വിവരമുള്ള അല്ലെങ്കിൽ ഒരു വിവരമില്ലാത്ത ആളെ പിടിച്ചെങ്ങാണ്ട് ഖുറൈശികൾ പ്രസിഡന്റ് ആക്കുവോ? എന്തിനൊക്കെ ഒരു വിവരം ഉണ്ടാവില്ലേ? വിവരമുണ്ട്, പിന്നെന്തല്ലാത്തത് ബോധമില്ല എന്നുള്ളതാണ്. വിവരം എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, ബോധമാകണം. വിവരം ബോധമാകുന്നതിനാണ് നമ്മൾ നാഫിയായ ഇൽമ് എന്ന് പറയണത്. വിവരമില്ലാത്തതല്ല പ്രശ്നം, ബോധം ഉണ്ടായില്ല എന്നതാണ്. വിവരമൊക്കെ ഉണ്ട്. ഒരു പരിധിവരെ അള്ളാഹു ഏകനാണെന്ന് സമ്മതിക്കാൻ ലഅനത്തുല്ലാഹി അലൈഹിയായ അബൂജാഹിൽ തയ്യാറുമാണ്. അബൂജാഹിൽ കുടുങ്ങുമ്പോ അള്ളാഹിനെ വിളിച്ച് ദോരക്കലുണ്ട്. ബദർ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ കഅബയുടെ കില്ല പിടിച്ചു ദോരുന്നത് മോയിൻകുട്ടി വൈദ്യരുടെ ബദർ വടപ്പാട്ടിലുണ്ട്. അള്ളാഹിനെ സമ്മതിക്കും, തയ്യാറൊക്കെ ഉണ്ട്. സമ്മതിക്കാൻ തയ്യാറില്ലാത്തത് ഒറ്റ കാര്യമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അമീനാണെന്നതിൽ തർക്കമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീതിമാനാണ് എന്നുള്ളതിൽ അബൂജാഹിലിന് തർക്കമില്ല. ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് വെക്കാൻ ഏറ്റവും യോഗ്യൻ മുഹമ്മദ് നബിയാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പൈസ പാത്തക്കാൻ കൊടുക്കാൻ നല്ലത് മുഹമ്മദിന്റെ അടുത്ത് തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിൽ അബൂജാഹിലിന് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. നാട്ടില് മദ്യം പറയാന് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഴിച്ച വേറെ ആളുള്ളൂ എന്നുള്ളതിൽ അബൂജാഹിലിന് ഒരു തർക്കമില്ല. പിന്നെ എന്തിനാ തർക്കം? ഈ നാട്ടിൽ ഒരു നബി വരികയാണെങ്കിൽ ബഹുമാനമാക്കപ്പെട്ട ഞാൻ അവറുകളാണ് അതാവേണ്ടിയിരുന്നത്. അതാ യത്തീംകുട്ടി ആയത് ശരിയായില്ല എന്നതാണ് പ്രശ്നം. അതന്നെയാണ് പ്രശ്നം.